CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നിയൂർക്കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് വ്യവസായ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു. ഭരണ സംവിധാനത്തെ സ്വാധീനിക്കുന്നതാണ് കഥകളെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നും മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പൊന്നിയൂർക്കുളം പരൂരിൽ ഓടുവീട് തകർന്നു വീണു. തോട്ടുപുറത്ത് പരേതനായ അപ്പുണ്ണി ഭാര്യ തങ്കമണിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ഏനാമക്കൽ നെഹ്റു പാർക്കിന് മുന്നിലെ റോഡ് ചെളിക്കുളമായി. ടിപ്പർ ലോറിയിൽ കൊണ്ടുപോകുന്ന മണ്ണ് റോഡിലേക്ക് വീണാണ് റോഡിൽ ചെളി നിറഞ്ഞിരിക്കുന്നത്. കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ റോഡുകൾ തോടാക്കിയത് മെമ്പറുടെ അനാസ്ഥയെന്നാരോപിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. തൊഴിയൂർ ഭദ്രാസന ഇടവക ദേവാലയ ശ്മശാനത്തിനു സമീപം റോഡരികിൽ നിന്നിരുന്ന മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. അഞ്ഞൂർ കോട്ടപ്പടി റോഡിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചില്ലകൾ മുറിച്ചുമാറ്റി. കൊരട്ടിക്കരയിൽ ബൈക്കിനു പിറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ ചാലിശ്ശേരി വരമംഗലത്തു വീട്ടിൽ 31 വയസ്സുള്ള സുനീർ, 27 വയസ്സുള്ള ലുലു മർസാന, 9 വയസ്സുള്ള ഫാത്തിമ അഫ്രിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. KPCC സംസ്കാര സാഹിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്ദിരാഭവനിൽ വെച്ചു സംഘടിപ്പിച്ച ചേറപ്പായി കഥകൾ കുന്നംകുളത്തിന്റെ പുനർവായന സാംസ്കാരിക സദസ്സ് കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് 15ാമത് വാർഷിക പൊതുയോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനം ബാലസമാജം കലാമേളയിൽ ഓട്ടുപാറ സെന്റ് ജോർജ് ഇടവക യൂണിറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി ആചരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി കുടുംബ കൂട്ടായ്മ പതാക ദിനം ആചരിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം താലൂക്കിന്റെ 4ാം വാർഷിക സമ്മേളനം ചേർന്നു. ആദൂർ ഗ്രാമോത്സവം കമ്മിറ്റി, എരുമപ്പെട്ടി ആക്സ് ബ്രാഞ്ച്, അമല RHTC എന്നിവർ ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന കലോത്സവം മറ്റം കരീസ്മ പാലത്തിൽ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. പൊന്നിയൂർക്കുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ വിദ്യാർത്ഥികളൊരുക്കിയ ഇസ്ലാമിക് എക്സിബിഷൻ വേറിട്ട അനുഭവമായി. കേരള കർഷക സംഘം കടവലൂർ സൗത്ത് മേഖലാ സമ്മേളനം നടത്തി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന SSF എരുമപ്പെട്ടി സെക്ടർ സാഹിത്യോത്സവത്തിന് പഴവൂർ നജ്മുൽ ഹുദ മദ്രസയിൽ അരങ്ങുണർന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.